The Boy and the Filberts. The Boy and the Filberts. Filberts എന്ന് വെച്ചാൽ എന്താണെന്നറിയില്ലേ? നട്ട്സ്. നട്ട്സില്ലേ, മധുരമുള്ള നട്ട്സിനെയാണ് ഫിൽബേർട്സ് എന്ന് പറയുക. A boy put his hand into a jar of filberts and grasped as many as his fist could possibly hold. അപ്പോൾ ഒരു ദിവസം ഒരാൺകുട്ടി ഈ ജാറിൽ ഫുള്ള് ഫിൽബേർട്സാണ്, നട്ട്സാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്തു? ഒരു ദിവസം അവനവൻ്റെ കൈ അതിലിട്ടു, അവൻ്റെ കൈൻ്റെ ഈ ഭാഗം ഇട്ടു. എന്നിട്ട് അവൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഒരുപാടെണ്ണം എടുക്കുക എന്നുള്ളതായിരുന്നു. മാക്സിമം പോസിബിളായിട്ടുള്ള നട്ട്സുകൾ എടുക്കുക എന്നുള്ളതായിരുന്നു അവൻ്റെ ഉദ്ദേശം. But when he tried to pull it out again, he found he couldn't do so, for the neck of the jar was too small to allow for the passage of so large a handful. അപ്പോൾ അവനത് ഇങ്ങനെ ഫുൾ ആയിട്ട് നട്ട്സ് ഈ കൈപ്പത്തി കൊണ്ട് എടുക്കാൻ നോക്കിയപ്പോൾ അവന് മനസ്സിലായി, അവൻ നമ്മൾ കൈ നിറയെ ഫുള്ളായിട്ട് എടുക്കുമ്പോൾ ജാറിൻ്റെ നെക്ക് വശത്തിൽ കൂടെ കൈ വരാൻ ബുദ്ധിമുട്ടാണ്. കൈ നിറഞ്ഞിരിക്കുമ്പോൾ, ഒരു ഫുൾ ഹാൻഡായിരിക്കുമ്പോൾ അത് പുറത്തേക്ക് എടുക്കാൻ, ഈ ജാറിൻ്റെ നെക്ക് വഴി കൈ പുറത്തേക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അവന് മനസ്സിലായി അല്ലേ? കാരണം എന്താ, നട്ട്സ് പിടിച്ചിരിക്കുന്ന നമ്മുടെ കൈ ഭയങ്കര വലുതാണല്ലേ. ഏത് ഫിസ്റ്റോടാണ് നമ്മൾ പിടിക്കുക. ഫിസ്റ്റ് ഭയങ്കര വലുതാണ്, അവന് മനസ്സിലായി. Unwilling to lose the nuts but unable to withdraw his hand, he burst into tears. കാര്യമെല്ലാം മനസ്സിലായെങ്കിലും അവൻ ആ നട്ട്സ് എല്ലാം വിട്ടുകളയാൻ ഉദ്ദേശിച്ചിരുന്നില്ല. നട്ട്സ് എല്ലാം വേണേനും, എന്നാൽ ജാറിന് പുറത്തേക്ക് കൈയെടുക്കും വേണം അല്ലേ? അപ്പോൾ അവന് സാധ്യമാവാതെ വന്നപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു, അവന് വിഷമമായി. A bystander who saw what the trouble lay said to him, "Come, my boy, don't be so greedy. Be content with half the amount and you will be able to get your hand out without difficulty." അപ്പോൾ അവൻ്റെ കൂടെ ഒരു ബൈസ്റ്റാൻഡർ ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ മറ്റൊരാളുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, ഇതിലുള്ള ട്രബിൾ അയാൾക്ക് മനസ്സിലായി, എടുക്കാൻ പറ്റാത്തതിലുള്ള ട്രബിൾ അയാൾക്ക് മനസ്സിലായപ്പോൾ, പ്രശ്നം എടുക്കാൻ പറ്റാത്തത് എന്താണെന്ന് മനസ്സിലായില്ലേ? കൈ നിറഞ്ഞിരിക്കുമ്പോൾ ജാറിൻ്റെ നെക്കിൽ കൂടെ കൈയിൻ്റെ പാസേജ് നടക്കുന്നില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, കൊച്ചു പയ്യ, നീ ഇത്രയും അത്യാഗ്രഹം, ഗ്രീഡി മീൻസ് ഇനിയും വേണം എന്നുള്ള തോന്നലിനെയാണ് ഗ്രീഡി എന്ന് പറയുക. അതായത് നീ അത്യാഗ്രഹം കാണിക്കരുത്. ബി കണ്ടന്റ് വിത്ത് ഹാഫ് ദ എമൗണ്ട്, പകുതി ഉള്ളതിൽ തന്നെ നീ സംതൃപ്തനാവൂ. അപ്പോൾ നിനക്ക് പകുതി നട്ട്സ് എടുത്താൽ നിൻ്റെ കൈ ഈസി ആയിട്ട് ജാറിന് പുറത്തേക്ക് വരും. ഒറ്റയടിക്ക് നീ ഇത്രയും ഗ്രീഡി ആവണ്ട, അത്യാഗ്രഹം കാണിക്കണ്ട, വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഹാഫ് ഭാഗം ഇപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞു. ഒറ്റയടിക്ക് എടുക്കണ്ട. അപ്പോൾ നമുക്ക് വിത്തൗട്ട് ഡിഫിക്കൽട്ടി, ബുദ്ധിമുട്ടൊന്നുമില്ലാതെ തന്നെ നട്ട്സിനെ പുറത്തെടുക്കാനും പറ്റും. അപ്പോൾ അതിൻ്റെ മോറൽ ഓഫ് ദി സ്റ്റോറി ഈസ്, ഡു നോട്ട് അറ്റംപ്റ്റ് ടു മച്ച് അറ്റ് വൺസ്. ഒറ്റയടിക്ക് എല്ലാതും നമ്മൾ ഉൾക്കൊള്ളാൻ, സ്വന്തമാക്കാൻ ശ്രമിക്കരുത്. അത്യാഗ്രഹം ഉണ്ടാവരുത് എന്നാണ് പറയുന്നത്. മനസ്സിലായോ?